സ്നേഹിതനായ എൻ്റെ ഒരു സുഹൃത്ത്, യുവ സുഹൃത്ത് ആ ചർച്ചയിൽ പ്രകടിപ്പിച്ച ചില വർത്തമാനങ്ങളുമൊക്കെ ജോസഫൈൻ്റെ വാക്കുകളും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ വലിയ സംശയങ്ങൾ കടന്നുകൂടുകയാണ്. അതോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ അടക്കമുള്ള ആളുകൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ലാല് 11 മണിക്ക് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. 12 മണിക്ക് IG-യെ ഞാൻ വിളിക്കുമ്പോൾ IG വിവരം അറിഞ്ഞിട്ടില്ല. 12:15 ഞാൻ കമ്മീഷണറെ വിളിക്കുമ്പോൾ കമ്മീഷണർ വിവരം അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് അവർ എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവരോട് സംസാരിക്കുന്നത്. അതായത് ശ്രീ പി.ടി. തോമസ് DGP വിവരം അറിഞ്ഞിട്ടും മധ്യമേഖലയുടെ ചുമതലയുള്ള IG-യെ ഇക്കാര്യം അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചില്ല എന്ന ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത്? താങ്കൾ പറഞ്ഞാണ് IG അറിയുന്നതെന്ന്. ഞാൻ അങ്ങനെ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. ഇന്ന് സിനിമാക്കാർ ഒത്തുകൂടിയ യോഗത്തിൽ ലാല് പറഞ്ഞപ്പോഴാണ് 11 മണിക്ക് ലോക്നാഥ് ബെഹ്റയെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ എന്തായാലും ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആൻഡ്രോ ജോസഫ് കൂടെ ചെല്ലുമ്പോൾ തൃക്കാക്കര AC-യും 2-3 പോലീസും കൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. തീർച്ചയായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ IG വിജയനോ കമ്മീഷണർ ദിനേശനോ ഈ വിവരം അറിഞ്ഞതായി തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ തീർത്ത് പറയാൻ എനിക്ക് കഴിയില്ല. അവരെ വിളിച്ചു പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. കാരണം അവർ വരുന്നത് 12:30-ക്ക് ശേഷമാണ് അവർ വരുന്നത്. ഈ 12:30-ക്ക് ശേഷം DCP വരുന്നതും ഒക്കെ 12:30-ക്ക് ശേഷമാണ്. അപ്പം 11 മണിക്ക് അറിയിച്ചിട്ട് എറണാകുളം സിറ്റിയിൽ നിന്ന് IG സ്ഥലത്തിൽ IG കേരളത്തിന് വെളിയിലാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, രാത്രി 12 മണിക്ക് വിളിച്ചപ്പോഴും IG ഫോൺ അറ്റൻഡ് ചെയ്തു. ഈ കമ്മീഷണർ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ നേരത്തെ DGP നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ 12:30-ക്കല്ലല്ലോ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരേണ്ടത്. ഒരു AC മാത്രം വന്നാൽ പോരല്ലോ. അതൊന്നും അന്വേഷണത്തിന് തടസ്സമായില്ലല്ലോ ശ്രീ പി.ടി. തോമസ്. തുടർന്നങ്ങോട്ട് പോലീസ് കാര്യക്ഷമമായി തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ഗിരിനഗർ പനമ്പള്ളി നഗർ ടവർ ലൊക്കേഷന്റെ കാര്യം പറഞ്ഞ് പോലീസിനെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? അതിനുശേഷം അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കണേ, ടവർ ലൊക്കേഷൻ തിരിച്ചറിയുന്ന ഒരു പ്രതി അല്ലെങ്കിൽ ആ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. എറണാകുളം സിറ്റിക്ക് അകത്ത് തന്നെയാണ്. ആ സിറ്റിയെ വളയാൻ ഇന്ന് നമ്മുടെ പോലീസിനുള്ളിടത്തോളം സംവിധാനം വേറെ ഒരിടത്തും ഇല്ല. ശരി, ഇടപെടുകയാണ്. ഇപ്പോൾ സംവിധായകരും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കമൽ, പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നീങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് കൃത്യമായിട്ട് ഇടപെടുകയും കൃത്യമായ ദിശയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയവും ഞങ്ങൾക്ക് ആർക്കില്ല. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കില്ല. മറ്റൊരു രാഷ്ട്രീയം അങ്ങനെ പറയുന്നതിന് നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ഷാഫിയുടെ കാത്തിരിക്കാമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ഒരാളല്ലല്ലോ പ്രതി, ഒന്നിലധികം പ്രതികൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ 2 പേരെ പിടിച്ചിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവരെ തീർച്ചയായിട്ടും പിടിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിട്ടാണോ കാണുന്നത്, അതോ ഈ സിനിമാ മേഖലയിൽ ക്രിമിനൽ വൽക്കരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണോ ഈ സംഭവത്തോടെ മനസ്സിലാകുന്നത്? അല്ല, ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, യാതൊരു സംശയമില്ല. സിനിമാ മേഖലയിൽ ക്രിമിനൽ വൽക്കരണം എന്നല്ല ഉദ്ദേശിച്ചത് പറഞ്ഞതിന്റെ ഒരർത്ഥം. അതായത് ഈ ക്രിമിനൽസ് സിനിമയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ സിനിമാ മേഖലയിൽ മൊത്തം ക്രിമിനൽ വൽക്കരണം അതിന് അർത്ഥമില്ലല്ലോ, ഒരിക്കലുമില്ല. അതായത് ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ ചലച്ചിത്ര മേഖലയിലേക്ക് അനാവശ്യമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ചലച്ചിത്ര മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പൊതുസമൂഹത്തിൽ മൊത്തത്തിലുള്ള ഈ ക്രിമിനൽ വൽക്കരണം അറിയാതെ എങ്കിലും ഓരോ മേഖലയിലേക്കും കടന്നു വരുന്നുണ്ട്, കലാരംഗത്തും കടന്നു വരുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചലച്ചിത്ര മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമുക്കറിയാം ഈ പറയുന്ന പ്രതികൾ ആരും തന്നെ ഫെഫ്കയിൽ മെമ്പേഴ്സ് അല്ല. അതെങ്ങനെ സാധിക്കുന്നു ശ്രീ കമൽ? ഫെഫ്കയിൽ മെമ്പർ ആകണം, കാർഡ് വേണം, ഇതൊക്കെ നിയമം ഉള്ളതല്ലേ? ചലച്ചിത്ര സംഘടനകൾ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി പിരിഞ്ഞ സമയത്ത് വ്യക്തമായ നിയമം രൂപീകരിച്ചതാണല്ലോ. ഫെഫ്കയിൽ അംഗമാകുമ്പോൾ 1 ലക്ഷം രൂപയല്ലേ ഇതിനുള്ള ഫീസ് തന്നെ അംഗമായി ചേരുന്നതിനുള്ള? അതിന് കാർഡ് ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ എങ്ങനെയാണ് വിഖ്യാതമായ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡ്രൈവറായി ഇങ്ങനെ ഒരാൾ കടന്നു വരുന്നത് ഫെഫ്കയിൽ അംഗമല്ലാതെ? അല്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫെഫ്കയിൽ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരോടും വലിയ സ്നേഹത്തിലും സഹോദര്യത്തിലും സൗഹൃദത്തിലും തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരുപാട് ചലച്ചിത്ര താരങ്ങൾ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ കൂടെ അവരെയൊക്കെ നമുക്ക് മുഖപരിചയമുണ്ട്, നമുക്ക് വളരെ അടുപ്പമുണ്ട്. ഇത് പുതിയതായിട്ട് കടന്നു വരുമ്പോൾ
നമ്മൾ സംഘടനയിൽ അംഗമാകാൻ പണം വേണം എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പെട്ടെന്ന് താൽക്കാലികമായിട്ട് ചില ആൾക്കാരെ വെക്കുകയും ഓരോ സെറ്റുകളിലും നമുക്ക് മുഖപരിചയമില്ലാത്ത ചില ആൾക്കാർ, അവർ ക്രിമിനൽസ് ആണോ അല്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഒരു സിനിമാ സെറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് അപരിചിതരെ കാണാറുണ്ട്. അത് നിയന്ത്രിക്കണം എന്നുള്ളൊരു അർത്ഥമേ ഇതിനകത്തുള്ളൂ. അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ജാഗരൂകരാകണം. അല്ലാതെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ക്രിമിനൽസ് എന്നല്ല. പുറത്തുനിന്ന് ക്രിമിനൽസ് സിനിമയിലേക്ക് ഇറങ്ങും. ഇപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇപ്പോ നമ്മുടെ ചലച്ചിത്ര സംഘടനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനയുടെ ആൾക്കാർ സെറ്റുകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ക്രിമിനൽ സ്വഭാവം തന്നെയാണ് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില സിനിമകളിലെങ്കിലും അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു വരുന്ന ചില ആൾക്കാർ നമുക്കറിയില്ല, അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല സെറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ ഡ്രൈവറെ വെക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലം അന്വേഷിക്കാൻ നിർമ്മാതാവും ചലച്ചിത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ആണ്. അത് തീർച്ചയായിട്ടും ഫെഫ്കയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ഫെഫ്കയെ മറികടന്നുകൊണ്ട് അത്തരം ഒരു എന്താ പറയുക ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡ്രൈവറെ വെക്കുന്നുണ്ടെങ്കിൽ അത് നിർമ്മാതാക്കളാണ് അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ സുരേഷ് കുമാർ, നിർമ്മാതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീ കമൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇങ്ങനെ ഫെഫ്കയുടെ അറിവോട് കൂടിയല്ലാതെ ഇങ്ങനെ വെളിയിൽ നിന്ന് വരുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ സിനിമാ രംഗത്ത് മറ്റു ബന്ധങ്ങളും വളർത്തിയെടുക്കുന്നുണ്ടല്ലോ. ആ സിനിമാക്കാരുടെ, ഈ ബന്ധമുണ്ടാക്കുന്ന സിനിമാക്കാരുടെ സഹായം കൂടി ഇത്തരമൊരു കൃത്യം നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമായി വിശ്വസിക്കേണ്ടതുണ്ടോ ഈ ഒരു കൃത്യത്തെ? അല്ല, ചില സൗഹൃദങ്ങൾ അറിയാതെങ്കിലും നമ്മുടെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന വഴി കൊട്ടേഷൻ സംഘമാണോ അതല്ലെങ്കിൽ ക്രിമിനൽ ആണോ എന്നൊന്നും അറിയില്ല. ഏതെങ്കിലും ഒരു കേസിൽ പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ ക്രിമിനലായിരുന്നു. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ക്രിമിനല് പല ചലച്ചിത്രകാരങ്ങളായിട്ട് ബന്ധമുണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ളവർ തന്നെ സംശയിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും ബോധവാന്മാരാണ്. നമുക്ക് സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആൾ വന്ന് സിനിമയിൽ പ്രവർത്തിക്കാനായിട്ട് വരികയാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇത്തരം യൂട്ടിലൈസ് ചെയ്യുക, പ്രത്യേകിച്ചും താരങ്ങളെ